ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ സംസാരിക്കാം അല്ലെങ്കിൽ എങ്ങനെ സംസാരിച്ച് പഠിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പലർക്കും സംശയമാണ്, ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഗ്രാമർ പഠിക്കണോ, ഇങ്ങനെയുള്ള രീതിയിലുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമാണ്, കാരണം നമ്മുടെ മാതൃഭാഷ അല്ലല്ലോ ഇംഗ്ലീഷ്. അതുകൊണ്ട് പല രീതിയിലുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ ശരിക്കും ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അത് സംസാരിച്ച് തന്നെ പഠിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നന്നായി സംസാരിക്കുന്നതിൻ്റെ മുന്നോടിയായി കുറേ വാചകങ്ങൾ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. ഈ വാചകങ്ങൾ നിങ്ങൾ ശരിക്കും ഹൃദ്യസ്ഥമാക്കി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ചാനൽ തുടങ്ങുകയാണ്, എൻ്റെ തുടക്കമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് 2-3 ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കനൊക്കെ അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യണം കേട്ടോ. ഓക്കെ, then let us start to learn English. Do you think this news is right or true? Do you think this news is right or true? നീ വിചാരിക്കുന്നുണ്ടോ ഈ വാർത്ത ശരിയാണ് അല്ലെങ്കിൽ സത്യസന്ധമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നുള്ളൊരാശയം. ഓക്കെ, നെക്സ്റ്റ്, how many times I want you not to do that? How many times I want you to do that? എത്ര സമയം ഞാൻ നിന്നെ വാൺ ചെയ്തു, എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ മുന്നറിയിപ്പ് നൽകി അത് ചെയ്യരുതെന്ന്. വാണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നറിയിപ്പ് നൽകുക എന്നുള്ള അർത്ഥത്തിലാണ്. നെക്സ്റ്റ്, let me finish this work then let us go. Let me finish this work then let us go. ഈ വർക്ക് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, ശേഷം നമുക്ക് പോകാം എന്നുള്ള ആശയം. ഓക്കെ, നെക്സ്റ്റ്, can you tell me the way to the railway station? Can you tell me the way to the railway station? റെയിൽവേ സ്റ്റേഷനിലുള്ള വഴി നിനക്ക് എന്നോട് പറഞ്ഞു തരാമോ എന്നുള്ള അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, take your umbrella when you go out. Take your umbrella when you go out. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട എടുക്കുക എന്നുള്ള അർത്ഥം. No one is able to answer his question. No one is able to answer his question. ഒരാൾക്കും തന്നെ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല. No one is able to answer his question. Next, I didn't expect the bill amount to be this big. I didn't expect the bill amount to be this big. ഞാൻ ഒരിക്കലും ബിൽ എമൗണ്ട് ഇത്രയും അധികം വരുമെന്ന്, ഇത്രയും വലുതാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, almost 1,000 were killed in the war. Almost 1,000 were killed in the war. ഏകദേശം 1000ഓളം ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ആശയമാണ്. ഓക്കെ, നെക്സ്റ്റ്, there is no unity among the leaders. There is no unity among the leaders. നേതാക്കന്മാർക്കിടയിൽ ഒന്നില്ല, ഒരു രഞ്ജിപ്പില്ല അല്ലെങ്കിൽ ഐക്യമില്ല. യൂണിറ്റി എന്ന് പറഞ്ഞാൽ അറിയല്ലോ അല്ലേ, ഐക്യം നമുക്കുള്ള ആശയം. He gave a big amount to buy that house. He gave a big amount to buy that house. ആ വീട് വാങ്ങാൻ അവന് വലിയൊരു തുക നൽകി എന്നുള്ള അർത്ഥം. ഒക്കെ സിമ്പിൾ അല്ലേ, മനസ്സിലാക്കാം, വളരെ സിമ്പിളായിട്ട് പോകുന്നതെന്നാണ് കരുതുന്നത്. നെക്സ്റ്റ്, എ മാൻ വിത്ത് എയിം ക്യാൻ അച്ചീവ് സംതിങ് ഇൻ ലൈഫ്. എ മാൻ വിത്ത് എയിം ക്യാൻ അച്ചീവ് സംതിങ് ഇൻ ലൈഫ്. ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ്, പ്ലീസ് റീഡ് ദിസ് അഗ്രിമെന്റ് ആൻഡ് സൈൻ ഇറ്റ്. പ്ലീസ് റീഡ് ദിസ് അഗ്രിമെന്റ് ആൻഡ് സൈൻ ഇറ്റ്. ദയവായി ഈ കരാർ വായിക്കുക, എന്നിട്ട് എന്താ അതിൽ ഒപ്പുവെക്കുക എന്നുള്ളത്. എയർ പൊല്യൂഷൻ became a great problem nowadays. Air pollution became a great problem nowadays. എയർ പൊല്യൂഷന് ഈ കാലത്ത് വളരെയധികം വലിയൊരു പ്രശ്നമായി തീർന്നിട്ടുണ്ടെന്നുള്ള അർത്ഥമാണ്. Let us go outside then
ഗെറ്റ് സം ഫ്രഷ് എയർ. ലെറ്റസ് ഗോ ഔട്ട്സൈഡ് ആൻഡ് ഗെറ്റ് സം ഫ്രഷ് എയർ. നമുക്ക് പുറത്ത് പോയിട്ട് എന്ത് ചെയ്യാം, പുറത്ത് പോകാം, നല്ലൊരു ശുദ്ധവായു ശ്വസിക്കാൻ പുറത്ത് പോകാം എന്നുള്ള അർത്ഥം. ഡു യു നീഡ് എനി ഹെൽപ്പ് ഫ്രം മീ? ഡു യു നീഡ് എനി ഹെൽപ്പ് ഫ്രം മീ? എനിക്ക് എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചെറിയ ചോദ്യമാണ്. ഓക്കെ. He saw an advertisement in the newspaper. He saw an advertisement in the newspaper. പത്രത്തിൽ അവനൊരു പരസ്യം കണ്ടു എന്നാണ്. We have to do some adjustment in our life. We have to do some adjustment in our life. നമ്മുടെ ജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതുണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ, അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ, അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളായ രീതിയിലാണ് ഞാൻ പറയുന്നത്. അതേ രീതിയിൽ തന്നെ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. ഓക്കെ.